രാജ്യത്തിൻ്റെ നാലാം തൂണ് എന്നറിയപ്പെടുന്നത് മാധ്യമ പ്രവർത്തനമാണ്. ആ മാധ്യമ പ്രവർത്തനത്തിൽ നിഷ്പക്ഷവും നീതിയുക്തവുമായി കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്കത്ര രസിക്കണമെന്നില്ല. അപ്രിയ സത്യങ്ങൾ ചിലരെ അലോസരപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഉത്തരാഖണ്ഡിലെ പത്രപ്രവർത്തകൻ രാജീവ് പ്രതാപ് സിംഗിൻ്റെ ദുരൂഹ മരണത്തിൽ എല്ലാവരും സംശയിക്കുന്നത്. അതിൽ അടിയന്തരമായ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ആവശ്യപ്പെട്ടതോടുകൂടി രാജ്യം ചർച്ച ചെയ്യുകയാണ് ആ പത്രപ്രവർത്തകൻ്റെ ദുരൂഹ മരണം. സത്യം എഴുതുന്നവരെയും പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെയും സർക്കാരിനെ ചോദ്യം ചെയ്യുന്നവരെയും ഭീഷണിയിലൂടെയും അക്രമത്തിലൂടെയും നിശബ്ദരാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന സത്യമാണ് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. സംഭവം ദുരന്തപൂർണ്ണം മാത്രമല്ല, ഏറെ ഭയപ്പെടുത്തുന്നതാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. ദുരൂഹമായി മരിച്ച നിലയിൽ കണ്ടെത്തിയ രാജീവ് പ്രതാപ് സിംഗ് എന്ന പത്രപ്രവർത്തകൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും അന്വേഷണം നിഷ്പക്ഷവും സുതാര്യവുമായിരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതോടെ ചിലർ പ്രതിസന്ധിയിലായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സെപ്റ്റംബർ 18-ാം തീയതി കാണാതായ രാജീവ് പ്രതാപ് സിംഗിൻ്റെ ഭൗതിക ശരീരം ജോഷിയാദ തടാകത്തിൽ നിന്നാണ് സെപ്റ്റംബർ 28-ന് കിട്ടിയത്. നെഞ്ചിനും വയറ്റിനുമേറ്റ ആന്തരിക പരിക്കാണ് പ്രതാപ് രാജിൻ്റെ മരണത്തിന് വഴിവെച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുമ്പോൾ അതൊരു കൊലപാതകം തന്നെയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മരണത്തിൽ ദുരൂഹത ഉയർന്നതോടെ അന്വേഷണത്തിനായി ഉത്തരാഖണ്ഡ് പോലീസ് പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഉത്തരകാശി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. അതിൽ വ്യക്തമായ അന്വേഷണവും തെളിവും ശേഖരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ടെലിഫോൺ കോൾ റെക്കോർഡ് അടക്കമുള്ളവ പ്രത്യേക സംഘം പരിശോധിച്ചു വരികയാണ്. രാജീവ് പ്രതാപ് സിംഗിൻ്റെ കാറ് അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. പ്രതാപ് രാജ് സിംഗിൻ്റെ റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകൾ അത് പുറത്തു വന്നതിന് പിന്നാലെ വധഭീഷണി ഉണ്ടായിരുന്നതായും അതാണ് ഒരുപക്ഷെ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നും സംശയം ഉടലെടുത്തിരിക്കുന്നു. അത് കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. ദുരൂഹമരണത്തിൻ്റെ സാഹചര്യത്തിൽ വിശദമായൊരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. സെപ്റ്റംബർ 18-ന് രാത്രിയിൽ ഉത്തരകാശി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ചൗഹാൻ എന്ന ഹോട്ടലിൽ സുഹൃത്തിനൊപ്പം പ്രതാപ് രാജ് അത്താഴം കഴിച്ചതായും വിവരമുണ്ട്. തുടർന്ന് സുഹൃത്തിൻ്റെ കാറിൽ ഗംഗോരിയിലേക്ക് പോവുകയും രാത്രി 11:39-ന് പ്രതാപ് രാജ് ഒറ്റയ്ക്ക് വാഹനമോടിച്ചു പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമായിട്ടുമുണ്ട്. പിറ്റേ ദിവസം സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം 500 മീറ്റർ അകലെ കാറ് കണ്ടെത്തി. വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രതാപ് രാജിൻ്റെ ചെരുപ്പുകളും കണ്ടെത്തിയിരുന്നു. അങ്ങനെ അടിമുടി ദുരൂഹതയുള്ള ഒരു മരണം. ആ മരണം ഒരുപക്ഷെ കൊലപാതകം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിശക്തമായി അപലപിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി.